ഈ 10 മിനിറ്റ് ഡെലിവറി അതിനെ ആശ്രയിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. 10 മിനിറ്റ് ഡെലിവറി ഇനി ഉണ്ടാകില്ല. തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഡെലിവറി തൊഴിലാളികളുടെ താൽപര്യം മുൻനിർത്തിയാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ്. ധനേഷ്, എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ? പ്രജുല, ഓൺലൈൻ ഭക്ഷണ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരായ ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, സൊമാറ്റോ എന്നിവർ ആണ് ഈ 10 മിനിറ്റ് ഡെലിവറി എന്നുള്ള ഒരു നയം രൂപീകരിച്ചിരുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഡെലിവറി തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. വലിയ സമരങ്ങൾക്കൊക്കെ രാജ്യസാക്ഷിയായതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ 10 മിനിറ്റ് ഡെലിവറി ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗമായി എത്തിയത്. ഏതായാലും ഇപ്പോൾ കമ്പനികൾ ഇത് അംഗീകരിക്കാം എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഡെലിവറി രംഗത്ത് ജോലി ചെയ്യുന്ന ഗിഗ് വർക്കേഴ്സ് അവരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും കർശനമായ സമയപരിധി വാഗ്ദാനങ്ങൾ പരസ്യങ്ങളും ബ്രാൻഡിങ്ങിൽ നിന്നും നീക്കണമെന്ന ആവശ്യമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. ഇതാണ് ഇപ്പോൾ ഈ കമ്പനികൾ അംഗീകരിച്ചിരിക്കുന്നത്. ഈ സെപ്റ്റോ, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, സൊമാറ്റോ തുടങ്ങിയ കൊമേഴ്സ് കമ്പനികളും ഇതേ രീതി പിന്തുടരുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ പ്രതിഷേധം ഈ ഒരു സമയപരിധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. മാത്രമല്ല ഇവരുടെ മെച്ചപ്പെട്ട ശമ്പളം, സാമൂഹിക സുരക്ഷ, അപകടകാരണമായ സമയപരിധികളൊക്കെ തന്നെ അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ മാസം ആദ്യം വലിയ സമരത്തിലേക്ക് ഇത്തരത്തിൽ ഡെലിവറി തൊഴിലാളികൾ പോയത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ കർശന സമയപരിധി പാലിച്ചുകൊണ്ടുള്ള വിതരണ സംവിധാനങ്ങൾ നിർത്തലാക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. അതിപ്പോൾ കമ്പനികൾ അംഗീകരിക്കാമെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്.